ഹായ് ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് ഹൈലൈറ്റ് മാളിലാണ് കേട്ടോ. നമ്മൾ 3 പേരും, ഞാനും ഹൈനക, നിത്യ പിന്നെ റോമോനും ഉണ്ട് കേട്ടോ. ഞങ്ങൾ വയനാട് ട്രിപ്പ് കഴിഞ്ഞ ശേഷം നേരെ ഹൈനകൻ്റെ വീട്ടിൽ പോയി. അവിടെ കുറച്ചേരം വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് ഹൈലൈറ്റിലൊന്ന് പോകാം എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ ഹൈലൈറ്റിലേക്ക് ഒരു പെട്ടെന്ന് പോയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഹൈലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. റോമോന് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ, കാരണം ഓനതൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതിൽ ഒറ്റയ്ക്ക് തന്നെ നിൽക്കണം എന്ന് പറഞ്ഞിട്ടതാ അവനെ എന്നെ അവിടെ നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഹൈലൈറ്റ് മാൾ ഫുള്ള് ചുറ്റി കറങ്ങുകയാണ്. ഹൈലൈറ്റിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ഈ സംഭവമൊക്കെ കണ്ടു കേട്ടോ. സംഭവം നല്ല അടിപൊളിയാണ്, പക്ഷെ ഞങ്ങളതിൽ കയറിയിട്ടില്ല കേട്ടോ. കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു പേടി തോന്നി, അപ്പോൾ പിന്നെ ഞാൻ കയറണ്ടെന്ന് വെച്ചു കേട്ടോ. അങ്ങനെതാ നല്ല രസമുണ്ടായിരുന്നു. കുറേ ആൾക്കാർ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ റോവലിനെ ഞാൻ നിലത്ത് വെക്കേണ്ട കൊണ്ട് നടക്കണത് എന്താണെന്ന് വെച്ചാൽ നിലത്ത് വെച്ചാൽ പിന്നെ ഓനെനിക്ക് കിട്ടുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഓൻ എടുത്ത് നടക്കുന്നത്. അത് നമ്മൾ ഫസ്റ്റ് ഒന്ന് സുഡിയോയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സുഡിയോയിൽ അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം തിരക്കുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കാര്യമായിട്ടൊന്നും പർച്ചേസ് ചെയ്തില്ല. ഞാൻ ചെറിയൊരു കാജൽ പിന്നെ 2-3 അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഹൈനകയും എന്തൊക്കെയോ സാധനം പർച്ചേസ് ചെയ്തു, കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ. അങ്ങനെ അതാ കണ്ടോ, ഇവിടെ ഒരാൾ തെറ്റി, അപ്പോഴേക്കും തെറ്റി. എന്തിനോ സാധനത്തിന് വേണമെന്ന് പറഞ്ഞ് തെറ്റിയതാണ് കേട്ടോ. പിന്നെ അതാ നമ്മൾ മൊത്തത്തിലൊന്ന് കണ്ടു. പിന്നെ അവിടുത്തെ ഒരുപാട് സംഗതികൾ, ഇതാ ആ ട്രെയിൻ നോക്കിയിരിക്കുകയാണ് കേട്ടോ അവന്. എന്താണ് ഇതായി ജിഞ്ച അങ്ങനെ നമ്മൾക്ക് പോലും അറിയാത്ത ഒരുപാട് മുഖങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതിൽ ഓൻ അറിയുന്നതൊക്കെ ഓൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പിന്നെ ഗെയിം സ്റ്റേഷനിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ഇതേപോലെ ഒരുപാട് ഗെയിം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലെല്ലാത്തിലും അവനങ്ങനെ കയറി ഇരുത്തി പോന്നു കേട്ടോ. പിന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ അധികം ടൈം അവിടെ സ്പെൻഡ് ചെയ്യാനില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിലൊന്നും ഓവറായിട്ട് കയറിയിട്ടില്ല കേട്ടോ. പിന്നെ ഒരു ദിവസം വരാമെന്നും പറഞ്ഞ് അവനെ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതാ ഓരോന്നിൽ കയറി അവൻ്റെ ആഗ്രഹത്തിനൊക്കെ അതിൽ കുറച്ച് നേരമൊക്കെ കളിച്ചു കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് പോയിട്ടോ. നമ്മൾ KFC ആയിരുന്നു കേട്ടോ വാങ്ങാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് KFC നല്ല തിരക്കായിരുന്നു. നമ്മൾ നേരെ ചിക്കനിലേക്ക് മാറിയിട്ടോ. ഹൈനകയുടെ വകയായിരുന്നു കേട്ടോ ഫുഡ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫ്രൈഡ് ചിക്കനും കാര്യങ്ങളൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.